അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ അഹ്സാബിൽ 59 ആയത്തുകൾ അൽഹംദുലില്ലാ പഠിച്ചു കഴിഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല മുനാഫിക്കുകളോട്, അത്തരത്തിൽ മദീനയിൽ പലതരത്തിലും കുഴപ്പങ്ങളുണ്ടാക്കുന്ന ആളുകളോടുള്ള റബ്ബിൻ്റെ ഈ ദുനിയാവിലുള്ള സമീപനത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. ലഇൻ ലം യൻതഹിൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ മുർജിഫൂന ഫിൽ മദീന ലനുഗ്രിയന്നക ബിഹിം സുമ്മ ലാ യുജാവിറൂനക ഫീഹാ ഇല്ലാ ഖലീലാ മൽഊനീൻ ഐനമാ സുഖിഫൂ ഉഖിദൂ വഖുത്തിലൂ തഖ്തീലാ സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബ്ൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഇൻ ലം യൻതഹി, അവർ അവസാനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അൽ മുനാഫിഖൂൻ, ആര്? മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ, മനസ്സിൻ്റെ ഉള്ളിൽ അവിശ്വാസം ഒളിപ്പിച്ച് പുറത്ത് മുസ്ലിമീങ്ങളായി നടക്കുന്ന ആ അവിശ്വാസികൾ, അവരുടെ ഈ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് അല്ലാഹു ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ചെയ്യുന്ന, പ്രവാചകനും സത്യവിശ്വാസികൾക്കുമെതിരെ ചെയ്യുന്ന സകല ദുഷ്പ്രവർത്തനങ്ങളും, അവർ ഇവരെ ശല്യപ്പെടുത്തലുകളും, അത്തരത്തിൽ അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മോശത്തരങ്ങളും അവർ അവസാനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, അതുപോലെ സ്വന്തം ഹൃദയങ്ങളിൽ മറദ്, രോഗമുള്ള ആളുകളും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, വൽ മുർജിഫൂന, മുർജിഫൂന എന്ന് പറഞ്ഞാൽ നുണപ്രചരണം നടത്തി കളവ് പറഞ്ഞ് ഭീതി ഉളവാക്കുന്ന, തെറ്റായ വാർത്തകളും മറ്റും പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി ഉളവാക്കുന്ന ആളുകൾക്കാണ് മുർജിഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഭീതി ഇളക്കി വിടുന്ന, ഫിൽ മദീന, മദീനയിൽ അനാവശ്യങ്ങൾ പറഞ്ഞ് കളവായ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച്, അത് മുനാഫിക്കീങ്ങളുടെ സ്വഭാവമായിരുന്നു. അവർ ചെയ്യുന്ന പ്രവൃത്തി അവസാനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലനുഗ്രിയന്നക ബിഹിം, പ്രവാചകനോട് പറയുകയാണ്, ഞാൻ താങ്കളെ അവർക്കെതിരിൽ ഇളക്കിവിടുന്നതാണ്, താങ്കളെ അവർക്കെതിരിൽ അധികാരം തന്ന് ഇളക്കിവിടുന്നതാണ്, താങ്കളെ അവർക്കെതിരെ ഞാൻ നയിക്കുന്നതാണ്. സുമ്മ ലാ യുജാവിറൂനക, പിന്നീട് അവർ താങ്കളുടെ അയൽവാസികളായി കഴിയുകയില്ല, അതായത് മദീനയുടെ അടുത്ത പ്രദേശത്തൊന്നും അവർക്ക് കഴിയാൻ സാധിക്കുകയില്ല. ഫീഹ, മദീനയുടെ, ഇല്ല ഖലീല, വളരെ കുറച്ചല്ലാതെ മദീനയുടെ പരിസര പ്രദേശങ്ങളിൽ അവർക്ക് നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. മൽഊനീൻ, ഇനി അവർ മദീനയുടെ അടുത്ത് അതിനുശേഷവും താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവരുടെ കുഴപ്പങ്ങളുമായിക്കൊണ്ട്, പ്രശ്നങ്ങളുമായിക്കൊണ്ട് മുസ്ലിമീങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ അവർ മദീനയുടെ അടുത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ മൽഊനീൻ, അങ്ങേയറ്റം ശപിക്കപ്പെട്ടവരായിട്ടായിരിക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദുനിയാവിലും ആഖിറത്തിലും ആട്ടിയകറ്റപ്പെട്ടവരായിട്ടായിരിക്കും അവർക്കവിടെ കഴിയാൻ സാധിക്കുക. ഐനമാ സുഖിഫു, അവർ എവിടെ വെച്ച് കണ്ടുപിടിക്കപ്പെട്ടാലും, ഉഖിദു വഖുത്തിലു തഖ്തീല, ഉഖിദു, അവർ പിടികൂടപ്പെടുകയും, വഖുത്തിലു, ക്രൂരമായി ശക്തമായി തന്നെ കൊല്ലപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. തഖ്തീല, അതിനെ ഉറപ്പിച്ചു പറയുകയാണ്, അങ്ങേയറ്റം നിഷ്കരുണം അവർ കൊല ചെയ്യപ്പെടുന്നതാണ്. കാരണം അവർ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും ചെറുതൊന്നുമായിരുന്നില്ല. അപ്പോൾ ഈ ദുനിയാവിൽ അവരെ ഇനി പരലോകം പറഞ്ഞ് പേടിപ്പിച്ചാൽ അവർ മാറുകയൊന്നുമില്ല, അവർക്ക് പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരുടെ പ്രയാസങ്ങൾ ഇനിയും തുടരുകയാണ് എന്നുണ്ടെങ്കിൽ, ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങളെ പിടികൂടി കൊന്നുകളയാൻ, അവരെ നിഷ്കാസനം ചെയ്യാൻ അള്ളാഹു പ്രവാചകന് അനുമതി കൊടുക്കുന്നതാണ് എന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, സുന്നത്തല്ലാഹി, അള്ളാഹുവിൻ്റെ ചര്യയാണിത്, പ്രവാചകനെയും സത്യവിശ്വാസികളെയും ഉപദ്രവിക്കുന്ന, അവരെ ജീവിക്കാൻ അനുവദിക്കാതെ നിൽക്കുന്ന ആളുകൾക്കെതിരെയുള്ള അള്ളാഹുവിൻ്റെ എല്ലാ കാലത്തുമുള്ള ചര്യയായിരുന്നു ഇത് എന്നുള്ളതാണ്. സുന്നത്തല്ലാഹി, അള്ളാഹുവിൻ്റെ സുന്നത്താണ്, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക നിയമമാണിത്. ഫില്ലദീന ഖലൗ മിൻ ഖബ്ൽ, മുൻകഴിഞ്ഞ ആളുകളിൽ, മുൻകഴിഞ്ഞ സമുദായങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. വലൻ തജിദ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല, ലിസുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽ യാതൊരു മാറ്റങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾ പ്രവാചകനോട് വന്ന ഒരു ചോദ്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു,
യസ്അലുകന്നാസു അനിസ്സാഅ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ് വമാ യുദ്രീക ലഅല്ലസ്സാഅത തകൂനു ഖരീബാ ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറാ ഖാലിദീന ഫീഹാ അബദാ ലാ യജിദൂന വലിയ്യൻ വലാ നസീറാ. യസ്അലുകന്നാസു, ജനങ്ങൾ പ്രവാചകരെ താങ്കളോട് ചോദിക്കുന്നു, അനിസ്സാഅ, അന്ത്യനാളിനെ കുറിച്ച്. നാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനങ്ങൾ എന്നാണ് അർത്ഥം. ഇവിടെ എല്ലാവരും അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാഹു അലം ഏറ്റവും ശരിയായ ഒരു തഫ്സീറായി നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളും മുനാഫിക്കീങ്ങളും അള്ളാഹുവിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും മുഅ്മിനീങ്ങളും എല്ലാവരും പ്രവാചകനോട് ഈ അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഓരോരുത്തരും ചോദിക്കുന്ന ടോണ് വ്യത്യാസമാണ് എന്ന് മാത്രം. മുശ്രിക്കീങ്ങൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് കളിയാക്കുന്ന രൂപത്തിലാണ്. ഓ, നീ വലിയ ശിക്ഷയൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ വേദനിക്കുന്ന ശിക്ഷ അനുഭവിപ്പിക്കും, നരകത്തിലിടുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നാൽ എപ്പോഴാണ് ഈ ഒരു അന്ത്യസമയം വരും ഒന്ന് പറഞ്ഞാട്ടെ എന്നുള്ള തരത്തിലാണ് മുശ്രിക്കീങ്ങളും മറ്റും ചോദിക്കുന്നത്. ജൂതന്മാർ ചോദിക്കുന്നത് പ്രവാചകനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പ്രവാചകത്വത്തിൻ്റെ പരീക്ഷണം എന്നോണമൊക്കെ അവർ അന്ത്യനാളിനെക്കുറിച്ച് പ്രവാചകനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളാകട്ടെ ഭയത്തോടുകൂടി ഈ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല മാന്യമായ രീതിയിലും പ്രവാചകനോട് അന്ത്യസമയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് സന്ദർഭമനുസരിച്ച് ഇവിടെ പ്രധാന ഉദ്ദേശം മുശ്രിക്കീങ്ങളാണ്, കളിയാക്കിക്കൊണ്ട് നിന്ദിച്ചുകൊണ്ട് അന്ത്യനാളിനെക്കുറിച്ച് ചോദിക്കുന്ന അവിശ്വാസികളെക്കുറിച്ചാണ് ഇവിടെ പ്രധാന ഉദ്ദേശമെന്നും എല്ലാവരെയും ഉദ്ദേശിക്കപ്പെടാമെന്നും നമ്മൾ മനസ്സിലാക്കുക. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അന്ത്യസമയത്തെക്കുറിച്ച് ചോദിച്ചാൽ അതെപ്പോൾ സംഭവിക്കുന്നുള്ള ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പ്രവാചകരെ പറഞ്ഞുകൊള്ളുക, അതിൻ്റെ ഇൽമ് അതെപ്പോഴാന്നുള്ള കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നുള്ളതാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും പരിശുദ്ധമായ ഹദീസുകളിലൂടെയും അള്ളാഹു നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലായിരിക്കും. ഒരു കച്ചവടം നടത്തുമ്പോൾ അതിൻ്റെ സാധനം വാങ്ങി പണം കൊടുക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും അന്ത്യസമയം സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം നമ്മൾ വിചാരിക്കാത്തൊരു സന്ദർഭത്തിലായിരിക്കും അന്ത്യനാൾ വന്നു ചേരുക എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ത്യസമയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൽ മസ്ഊലു അൻഹാ ബി അഅലമ മിനസ്സാഇൽ, ചോദ്യം ചോദിച്ച ആളെക്കാളൊന്നും ചോദ്യം ചോദിക്കപ്പെട്ടയാൾക്ക് അറിയില്ല എന്ന്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിനും അറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അന്ത്യനാൾ എന്നാണ് എന്നുള്ള കാര്യം അറിയില്ല. വമാ യുദ്രീക, പ്രവാചകരെ താങ്കളെ എന്താണ് അറിയിച്ചത്, അല്ലെങ്കിൽ താങ്കളെ ഒന്നും അറിയിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം താങ്കൾക്ക് എവിടെ നിന്നാണ് അറിയുക? ലഅല്ല സ്സാഅത തകൂനു ഖരീബ, അന്ത്യനാൾ ചിലപ്പോൾ വളരെ അടുത്തുണ്ടാകും. അപ്പോൾ താങ്കൾക്ക് അറിയുകയില്ല എന്നല്ലാഹു നിഷേധിച്ചു പറയുകയാണ്. താങ്കൾക്ക് എന്തറിയാം? താങ്കൾക്ക് അന്ത്യനാളിനെക്കുറിച്ച് അറിയുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അന്ത്യനാളിനെക്കുറിച്ചുള്ള ഇൽമിനെ, അറിവിനെ അള്ളാഹു നിഷേധിക്കുകയാണ്. അപ്പോൾ അന്ത്യനാളിനെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. പിന്നീട് അള്ളാഹു സത്യനിഷേധികളെക്കുറിച്ച്, അവർക്ക് പരലോകത്തുള്ള ശിക്ഷയെക്കുറിച്ച് വീണ്ടും എടുത്തു പറയുകയാണ്. മുനാഫിക്കുകളോടുള്ള, പ്രവാചകനെ പ്രയാസപ്പെടുത്തുന്ന ആളുകളോടുള്ള ദുനിയാവിലെ സമീപനം അള്ളാഹു ഇപ്പോൾ വിശദീകരിച്ചു തൊട്ടു മുമ്പത്തെ ആയത്തിൽ. ഇനി അള്ളാഹു അവർക്ക് പരലോകത്തൊരുക്കി വെച്ചത് പറയുന്നു, ഇന്നല്ലാഹ ലഅനൽ കാഫിരീൻ, അള്ളാഹു കാഫിറുകളെ അവിശ്വാസികളെ ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന് ആട്ടിയകറ്റിയിരിക്കുന്നു. വഅഅദ്ദ ലഹും, അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു, സഈറ, കത്തിയാളുന്ന നരകം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദ, ആ നരകത്തിൽ പ്രവേശിച്ച സത്യനിഷേധികൾ, കുഫറിലകപ്പെട്ട ആളുകൾ നരകത്തിൽ നിത്യവാസികളായിരിക്കും. നരകത്തിൽ അബദൻ, കാലാകാലം അവസാനമില്ലാത്തവണ്ണം നിത്യവാസികളായിരിക്കും. ലാ യജിദൂന, അവർക്ക് നരകത്തിൽ വെച്ച് കണ്ടെത്താൻ സാധിക്കുകയില്ല. വലിയൻ വലാ നസീറ, ഒരു ഉറ്റ ബന്ധുവിനെയോ വലാ നസീറ, അവരെ ആ നരകത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സഹായകനെയോ അവർക്ക് നരകത്തിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. മറിച്ച് എല്ലാ തരത്തിലും അവസാനിക്കാത്ത ശിക്ഷയായിരിക്കും അവർ നേരിടേണ്ടത് എന്നുള്ളതാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിലുള്ള അവിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു, യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ, അന്നേ ദിവസം അവരുടെ മുഖങ്ങൾ നരകത്തിലിട്ട് കീഴ്മേൽ മറിയുന്നതാണ്. യഖൂലൂന, ആ സന്ദർഭത്തിൽ അവർ പറയുന്നതാണ്, യാ ലൈതന, ഞങ്ങളുടെ നാശമേ, അതഅന അല്ലാഹ വ അതഅന റസൂല, നമ്മൾ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്നും സന്ദേശം വന്നപ്പോൾ ഈ
പരലോകത്ത് രക്ഷപ്പെടാനുള്ള സന്ദേശം വന്നെത്തിയപ്പോൾ അവരെ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവർ പറയുന്നതാണ്. അവർ പിന്നീട് പറയും, വഖാലു റബ്ബന, റബ്ബേ, ഇന്ന, തീർച്ചയായും നമ്മൾ, അതഅന സാദതന വ കുബറാഅന, നമ്മൾ നമ്മുടെ നേതാക്കളെയും നമ്മുടെ പണ്ഡിതന്മാരെയും നമ്മുടെ മുൻഗാമികളെയും നമ്മളിലെ മൂപ്പന്മാരെയും നമ്മൾ അനുസരിച്ചു പോയി. ഫഅദല്ലൂന സബീല, അള്ളാഹുവെ, എന്നിട്ട് അവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത് എന്ന് അവർ ഉസുറ് പറയുന്നതാണ്. അതായത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സന്ദേശം വന്നെത്തിയതിന് ശേഷവും അള്ളാഹു ഇന്നതാണ്, പ്രവാചകൻ ഇന്നതാണ് എന്ന് പറയുന്നത് കേട്ടതിന് ശേഷവും തങ്ങൾ വിശ്വസിച്ചു പോരുന്ന ഒരു പൗരോഹിത്യവർഗത്തെ, അല്ലെങ്കിൽ തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ആചരിച്ചു പോന്നിരുന്ന ഷിർക്കിനെ, കുഫറിനെ ജീവിതത്തിൽ തുടർത്തിയ ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹുവിനോട് ഉസുറ് പറഞ്ഞു നോക്കുന്നതാണ്. അള്ളാഹുവെ, ഞങ്ങൾ നമ്മുടെ നേതാക്കളെ അനുസരിച്ചു പോയി, അതുകൊണ്ടാണ് നമ്മൾ പിഴച്ചു പോയത്. അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവും ഇതാണ് പറഞ്ഞത് എന്നറിഞ്ഞിട്ടും നമ്മൾ പിഴക്കാനുള്ള കാരണം അവർ നമ്മെ പിഴപ്പിച്ചതാണ് എന്ന ഇളവ് പറഞ്ഞു നോക്കുന്നതാണ്. എന്നാൽ അതവിടെ വിലപ്പോവുകയില്ല എന്ന് പറയുമ്പോൾ, മനസ്സിലാകുമ്പോൾ അവർ പിന്നീട് പ്രാർത്ഥിക്കുന്നത്, റബ്ബന, അള്ളാഹുവെ, ആതിഹിം, നമ്മുടെ ഈ നേതാക്കൾക്ക്, നമ്മളെ വഴിതെറ്റിച്ച ഈ നമ്മുടെ പൂർവ്വ പിതാക്കൾക്ക് നീ കൊടുക്കണം ദിഅ്ഫൈനി മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് ഇരട്ടിയായിക്കൊണ്ട് അവർക്ക് നൽകണം. വൽഅൻഹും ലഅ്നൻ കബീറ, അവരെ അള്ളാഹുവെ നീ വമ്പിച്ച തരത്തിൽ അവരെ ശപിക്കണം, അവരെ നിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയകറ്റി ഞങ്ങളെക്കാൾ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണം എന്ന് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ ലഅനൻ കബീറ എന്നും ലഅനൻ കസീറ എന്നും രണ്ട് ഖിറാഅത്തുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഒന്ന് വമ്പിച്ച തരത്തിൽ, വലിയ തരത്തിൽ അള്ളാഹു ശപിക്കുവാനും, ഒന്ന് ധാരാളമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശാപം അവരിലേക്ക് ഏൽപ്പിക്കാനും എന്ന തരത്തിലാണ് അതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത് ജനങ്ങളിതാ അന്ത്യസമയത്തെക്കുറിച്ച് ചോദിക്കുന്നു എന്നുള്ളതാണ്. അന്ത്യസമയം എപ്പോഴാണ് വരിക എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ അള്ളാഹു മറുപടി പറഞ്ഞപ്പോൾ ആ അന്ത്യസമയം വന്നു കഴിഞ്ഞാൽ നരകത്തിലുള്ള അവിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുമ്പോൾ അള്ളാഹു പറയാതെ പറയുകയാണ്, നിങ്ങൾ അന്ത്യസമയം എന്നാണ് എന്നല്ല ചോദിക്കേണ്ടത്, മറിച്ച് അന്ത്യസമയം വരുമ്പോൾ ഞാൻ ഏത് വിഭാഗത്തിലായിരിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്, ചോദിക്കേണ്ടത് എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ഒരു അന്ത്യസമയത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഒരൽപ്പം ആയത്തുകൾ കൂടെ ഉണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.